നമസ്കാരം. ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിന് കിട്ടിയിരിക്കുന്ന വളരെ വേസ്റ്റായിട്ടുള്ള ഒരു MLA ആണെന്നാണ് അവിടുത്തെ വോട്ടർമാരും അതുപോലെ പാർട്ടിയും ഇപ്പോൾ പറയുന്നത്. അതും പോരാഞ്ഞിട്ടാണ് കൊണ്ടുപോയി NK പ്രേമചന്ദ്രനെ നേരിടാനായിട്ട് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലും മത്സരിപ്പിച്ചത്. അപ്പം പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് ചാവേറാക്കിയതാണ്. പാർട്ടി പറഞ്ഞാൽ അല്ലെങ്കിൽ പിണറായി പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ആളായി മാറി ഈ മുകേഷ് എന്ന് പറയുന്ന ഈ പുങ്കവൻ. യഥാർത്ഥത്തിൽ നിയമസഭയിലൊന്നും വല്ലപ്പോഴേ വരാറുള്ളൂ. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ കാണാനില്ല. എന്നിട്ടാണ് പാർട്ടി കൊണ്ടുപോയി പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചിരിക്കുന്നത്. ഇനി അഥവാ എങ്ങാനും ഒന്ന് ജയിച്ചു പോയാൽ, ജയിക്കില്ല, NK പ്രേമചന്ദ്രനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ CPMലെ കൊലകൊമ്പൻ വന്നാലും നടക്കുന്ന കാര്യമല്ല. അത്രത്തോളം ജനകീയനായി പ്രേമചന്ദ്രൻ മാറി എന്നുള്ളത് പല വീഡിയോയിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നാട്ടുകാർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. നരേന്ദ്രമോദി നോട്ടമിട്ടിരിക്കുന്ന ഒരു MP തന്നെയാണ് NK പ്രേമചന്ദ്രൻ. അങ്ങനെയുള്ള പ്രേമചന്ദ്രനെ എതിരിടാനായിട്ടാണ് കൊല്ലത്ത് കൊണ്ട് ചാവേറാക്കിയിരിക്കുന്നത് മുകേഷ്. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഓടിയെത്താനായിട്ട് മുകേഷിനെ പോലുള്ള ഒരാൾക്ക് സാധിക്കുമോ? ഇല്ലെന്നാണ്, അങ്ങനെ ചെയ്തിട്ടുമില്ല. എന്തിന്, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പോലും എല്ലായിടങ്ങളിലും ചെല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മുകേഷ് എന്നാണ് ഇപ്പോൾ പാർട്ടി തന്നെ വിലയിരുത്തുന്നത്. CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായം, അതായത് LDF കൺവീനർ ജയരാജന് വലിയ വിമർശനം ഏറ്റിരിക്കുകയാണ്. വോട്ടെടുപ്പ് ദിവസം BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടെന്ന ജയരാജൻ്റെ പ്രതികരണം ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. LDF കൺവീനറെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുകേഷിൻ്റെ പ്രവർത്തനം മോശമായിരുന്നുവെന്നും പാർട്ടി തീരുമാനിച്ചതുപോലെ പ്രവർത്തനം മുന്നോട്ട് പോയില്ലെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. എന്തിന്, സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലല്ല, അവിടെ MLA എന്നുള്ള നിലയിലും വലിയ പരാജയം തന്നെയാണ്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരായ വ്യക്തിപരമായ പ്രചരണം ഒഴിവാക്കാമായിരുന്നുവെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. കൊല്ലത്ത് മുഖ്യമന്ത്രി എത്തിയിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ അകന്നു നിന്നു. മുന്നണി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഐക്യപ്പെടൽ ഉണ്ടായില്ല. സ്വന്തം മണ്ഡലങ്ങളിൽ പോലും CPI പ്രവർത്തിച്ചില്ല. അത് പറഞ്ഞു കേട്ടാൽ ഈ CPIക്കാർ മത്സരിച്ചെടുത്ത് CPMകാർ പ്രവർത്തിച്ചോ? നേതാക്കളുടെ പ്രസ്താവനകൾ ജാഗ്രതയോട് വേണമെന്നും ഒക്കെയാണ് അവരിപ്പോൾ ആവശ്യപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയായെന്നും വിമർശനമുണ്ടായി. ഭക്ഷ്യവകുപ്പ് പ്രതീക്ഷയ്ക്കൊത്തുയരുന്നില്ല എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തലും പഴിചാരലും ഒക്കെയായിട്ട് ജില്ലാ കമ്മിറ്റിയും താഴേക്കിടയിലുള്ള കമ്മിറ്റികളും ഒക്കെ ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പിണറായിക്കെതിരായിട്ടുള്ള തിരിച്ചടി തന്നെയാണ്. എന്തായാലും പിണറായിയുടെ അടുക്കൽ വാലാട്ടി നിന്ന മുകേഷിനിപ്പോൾ കണക്കിന് കിട്ടിയിരിക്കുകയാണ്.